കുഞ്ഞു പ്രായത്തിൽ തന്നെ 30ഉം 60ഉം തവണ മല ചവിട്ടിയ മണികണ്ഠന്മാരുണ്ട് സന്നിധാനത്ത്. അയ്യനെ കണ്ണിറയെ കണ്ടവർ. കൊല്ലം സ്വദേശികളായ സഹോദരങ്ങളാണ് ഈ മണ്ഡലകാലത്തും കാനനവാസനെ കാണാനെത്തിയത്. കൊല്ലം പനയം സ്വദേശികളാണ് അഭിഷേക് കൃഷ്ണയും അഭിനവ് കൃഷ്ണയും. കുട്ടിക്കാലം മുതൽക്കേ ഓരോ മാസപൂജയ്ക്കും മണ്ഡലകാലത്തും ഇരുവരും ശബരിമലയിലെത്തും. 12 വയസ്സുകാരനായ അഭിഷേക് ഇത് 30ാം തവണയാണ് ശബരിമലയിലെത്തുന്നത്. ചേട്ടൻ അഭിനവ് 60ാം തവണയും. ഓരോ പ്രാവശ്യവും അയ്യന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഈ സഹോദരങ്ങൾക്ക് അതിയായ സന്തോഷമാണ്. ഞാൻ 30ാമത്തെ തവണയായിരുന്നു. നല്ല അനുഭവങ്ങളാണ്. നല്ല അന്തരീക്ഷം, നല്ല വായു, എല്ലാം നല്ല രസമാണ്. തിരക്കുള്ള ദിവസം കൂടെ ഇച്ചിരി രസമാണ്. ആൾക്കാരുമായിട്ട് ചിലപ്പോൾ ഇച്ചിരി സഹകരിച്ചിരിക്കാം. ഇരുട്ടുമ്പോഴും അവരുമായിട്ട് കൂടെ പോവുകയൊക്കെ ചെയ്യാം. നല്ല രസമാണ്. ശബരിമല എന്ന് പറയുമ്പോൾ വേറൊരു ഇതുപോലെ ഒരു ഫീലാണ് വരുമ്പോൾ, ഒരു പോസിറ്റീവ് എനർജിയും. അത് വേറൊരു ഇതാണ്. കാട്ടിനകത്ത് ഒരു അമ്പലവും മലയുടെ മണ്ടയ്ക്ക് കയറി വരുന്നതും 18ാം പടിയും പമ്പയും എല്ലാം അത് വേറൊരു ഫീലാണ്. എൻ്റെ 1.5 വയസ്സ് മുതൽ ഞാൻ കെട്ടി വരുക. ഇതുവരെ കെട്ടിയെട്ടാൻ വന്നിട്ടില്ല. 18ാം പടി ചവിട്ടി തന്നെ വരുക. പിന്നെ കൊറോണ ടൈമിലൊന്ന് 2-3 വർഷം മുടങ്ങി, അല്ലാതെ ഇതുവരെ മുടങ്ങിയിട്ടില്ല. പൊതുപ്രവർത്തകൻ കൂടിയായ അച്ഛൻ അനന്തകൃഷ്ണൻ 200-ലധികം പ്രാവശ്യം മല ചവിട്ടിയിട്ടുണ്ട്. ഞാൻ എന്ന് വരുന്നപ്പോൾ മോളുണ്ട്. മോള് 18 മല ചവിട്ടിച്ചു. അപ്പോഴത്തെ 10 വയസ്സായി. ഞങ്ങൾ കുടുംബസമേതം ഇങ്ങനെ വന്ന് ഭഗവാനെ കണ്ട് തൊഴുതിട്ടേ പോകത്തുള്ളൂ. എല്ലാ മാസവും വരും, മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹമാണത്. എല്ലാ കാല് വേദന ഉണ്ടായാൽ പോലും നമുക്ക് കറക്റ്റ് ഭഗവാനെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തൃപ്തിയാവൂ. അതിൻ്റെതായ ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ട്. നമുക്ക് ശാരീരികമായിട്ടാലും മാനസികമായിട്ടാലും ഒരു വളർച്ചയുണ്ട്. നമുക്കതിൻ്റെ സമൂഹത്തിലുമുണ്ട്. ഞാനൊരു ജനപ്രതിനിധിയോടാണ്. പക്ഷെ അതിൻ്റെ എല്ലാം ഫലമാണ് നമുക്ക് ആ ഒരു എല്ലാ സ്ഥാനങ്ങളും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹമാണതല്ല. 10 വയസ്സുവരെ 18 പ്രാവശ്യം മകളുമുണ്ടായിരുന്നു അനന്തകൃഷ്ണനൊപ്പം ശബരിമലയിലേക്ക്. ഈ മണ്ഡലകാലം കഴിഞ്ഞാൽ അടുത്ത മാസപൂജയ്ക്ക് നട തുറക്കുന്ന കാത്തിരിപ്പിലാണ് ഈ അച്ഛനും മക്കളും. ജനം, സന്നിധാനം.